സാറേ? എന്റെ മോള് ആ വീട്ടിൽ നിന്നും ഇപ്പൊ പുറത്തേക്ക് വരും. അവൾ വരുന്ന ഓരോ രംഗവും ഫോട്ടോ എടുക്കണം. അവൾക്ക് നല്ല ഡ്രസ് ഡാഡി കൊടുത്തെന്നാ തോന്നുന്നത്. അതെ ആന്റി. കൊച്ചമ്മ എഴുന്നള്ളുന്നുണ്ടോ? ഇതിനൊക്കെയുള്ള പണി ഞാൻ അവൾക്ക് കൊടുത്തോളാം. ഒരകത്തമ്മ. അതൊക്കെ ഞാൻ ഏറ്റു സാർ. മോളോട് വരാൻ പറഞ്ഞോ സാർ, ഞാൻ റെഡിയായി. മുത്തേ, മോളെ ഇറങ്ങി വാ മോളെ. സൂപ്പർ പോസ്. മോളെ അവിടെ തന്നെ നിന്നോണേ. മമ്മി നോക്ക് മമ്മി, ഞങ്ങളുടെ ഡ്രസ്സിനേക്കാൾ ഭംഗി. ഈ ഡാഡിക്ക് ഡ്രസ് എടുക്കാൻ അറിയില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്റെ ഡാഡിക്കല്ലെങ്കിലും മുത്തിനെടുക്കുമ്പോ കുറച്ച് സ്പെഷ്യൽ ആണല്ലോ. ആദ്യത്തെ ഭാര്യയുടെ മകളല്ലേ, അപ്പൊ പിന്നെ കുറച്ചുകൂടി ഇഷ്ടം കൂടുമല്ലോ. അയ്യേ ആന്റി, നാണക്കേട്. ഞങ്ങളുടെ ഡ്രസ് ഒന്നും രസമേ ഇല്ല ഇപ്പോ. അവളായി താരം. അച്ഛാ, ഇനി ഇറങ്ങിക്കോട്ടെ. അവിടെ തന്നെ നിൽക്കും മോളെ. എന്റെ മോളുവിന്റെ കുറച്ച് ഫോട്ടോസ് കൂടി എടുക്കട്ടെ. എന്റെ മോളെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? താങ്ക് യു അച്ഛാ. ഒരു ഭംഗി കണ്ടേച്ചാലും മതി. പിശാച്. എങ്ങനെയൊക്കെ അണിഞ്ഞിരുന്നാലും അവളുടെ മോന്ത അത് തന്നെയല്ലേ. അതിനു വേണ്ടി എന്റെ മണിക്കുട്ടിയെ നോക്ക്, എന്തൊരു ഭംഗിയാ. മോളെ അനങ്ങാതെ നിന്നോണേ, നല്ല പോസാ. അല്ലെങ്കിലും നല്ല സുന്ദരി കൊച്ചാവോള്. അതെ അതെ, ചന്ദ്രന്റെ ആദ്യത്തെ ഭാര്യയുടെ ഭംഗി അങ്ങനെ കിട്ടിക്കുണു ആ കുട്ടിക്ക്. ഇപ്പൊ ഉള്ളതിന് എന്തിനു കൊള്ളാം. നിറയെ കുശുമ്പും അസൂയയും ഉണ്ടല്ലോ അവൾക്ക്. അതെ അതെ, ആ കാര്യത്തിൽ അവൾക്ക് ഫസ്റ്റ് കിട്ടിയത് തന്നെ. സൗന്ദര്യത്തിൽ കിട്ടിയില്ലെങ്കിലും അവളുടെ മക്കൾക്കും അവളുടെ അതേ ബുദ്ധി തന്നെയാ കിട്ടിയിരിക്കുന്നത്. അതെ സാറേ, നിങ്ങൾ കൂടെ ചെല്ല് അവളുടെ കൂടെ. അത് ശരിയാ, എന്റെ മുത്തിന്റെ കൂടെ നിന്ന് എനിക്കും ഒരു ഫോട്ടോ എടുക്കണം. അച്ഛനും മോള് നിൽക്കുമ്പോ എന്താ ഒരു ഐശ്വര്യം. ആ താടകക്ക് ഇതൊന്നും പറ്റണുണ്ടാവൂല. എന്തായാലും ദേഷ്യം കുറച്ചും കൂടെ കൂടിക്കോട്ടെ. ഇപ്പൊ വരാട്ടോ. നല്ല ചളിയുള്ള സ്ഥലം എവിടെ നോക്കട്ടെ. കയ്യിൽ നന്നായി മണ്ണ് തേച്ച് പിടിപ്പിക്കണം. മുത്ത് ചേച്ചിനെ കരയിപ്പിച്ചിട്ട് നല്ല സാരി എടുത്തിട്ട് അങ്ങനെ ഇപ്പൊ നിക്കണ്ട. ഇപ്പൊ ശരിയാക്കി തരാം. 1 2 3. ഇപ്പൊ തൽക്കാലം ചെറിയമ്മക്ക് ഈ പണി മതി. ഇനി ബാക്കി പിന്നെ. കണ്ടോ, ആ പീറ പെണ്ണിന് വരെ തോന്നിപ്പോയി അത് ഓവറാണെന്ന്. എന്നിട്ടും അവളുടെ അച്ഛന് തോന്നിയിട്ടില്ല. എന്റെ വളക്കാപ്പ് കോളമാക്കാനായിട്ടാ ആ പെണ്ണിനെ നിർത്തി ഫോട്ടോ എടുക്കുന്നത്. എന്റെയും മക്കളുടെയും കൂടെ നിന്ന് ഒരിറ്റ ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഇങ്ങനൊരു മുത്തിനോട് സ്നേഹമുള്ള അച്ഛൻ. ചേട്ടാ, എന്താ വർഷേ? ഇന്ന് എന്റെ വളക്കാപ്പല്ലേ, അപ്പൊ എന്റെ ഫോട്ടോഷൂട്ടല്ലേ നടത്തേണ്ടത്? അതല്ലെങ്കിലും ഡാഡിക്ക് ഞങ്ങളൊരു വേറെ കാണലല്ലേ. അതൊന്നല്ല മോളെ, മുത്ത് ഒരുങ്ങി വന്നപ്പോഴേ അവളുടെ കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് തോന്നി. വാ, ഇനി നമുക്ക് എല്ലാവർക്കും എടുക്കാം. സർ, സാറേ നിങ്ങൾ കൂടി അവിടെ വന്ന് നിൽക്ക്. മുത്തേ, മോളെ വാ, നമുക്ക് ചെറിയമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. നാശം പിടിച്ച പെണ്ണ്, അവളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇനി മതിയായില്ലേ അങ്ങേർക്ക്? അങ്ങനെ വിളിക്കാൻ പോയാ
എനിക്കങ്ങോട്ട് ചൊറിഞ്ഞു വരുന്നുണ്ട്. ക്ഷമിച്ചു നിൽക്കുന്നത് നാട്ടുകാരെ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അപ്പൊ നോക്കുമ്പോ എന്റെ തലയിൽ കയറി നിരങ്ങുന്നോ? ഏട്ടാ, എന്താ ഏട്ടാ, മുത്തിന്റെ കൂടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തല്ലോ. ഇനി ഞാനും മണിക്കുട്ടിയും ഏട്ടനിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. എന്നിട്ട് മതി മുത്ത്. ഏട്ടൻ ഇത്രയും നേരം അവളുടെ കൂടെ തന്നെ അല്ലായിരുന്നോ? അതെന്താ വർഷേ, മുത്തു നമ്മുടെ കുട്ടി തന്നെയല്ലേ, അവളും കൂടെ വന്ന് നിൽക്കട്ടെ. ആരെങ്കിലും ഒക്കെ നിൽക്ക് ചേച്ചി. ദോ, ആരോടാ തന്റെ ചേച്ചി? താൻ എന്നെ മേഡം എന്ന് വെച്ചാ മതി. ഹോ, ഒരു ചേച്ചിയാണ് പോലും. വർഷേ, നീ എന്നോടുള്ള ദേഷ്യം എല്ലാവരോടും കാണിക്കാൻ നിൽക്കരുത്. ഹോ, അപ്പൊ ഞാൻ ദേഷ്യം കാണിച്ചതാണ് കുറ്റം. നിങ്ങൾ ചെയ്തതോ? കല്ലു, കണ്ടു കല്ലു, നല്ലൊരു ദിവസമായിട്ട് അവരടി ഉണ്ടാക്കുക. അപ്പോഴും ഞാനാ കാരണം. എപ്പോഴും എല്ലാത്തിനും പ്രശ്നം ഞാനാ കല്ലു. ആര് പറഞ്ഞു മുത്തു ചേച്ചിയാണെന്ന്? മുത്തു ചേച്ചിയൊന്നല്ല, ആ ചെറിയമ്മയുടെ ചീത്ത സ്വഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എന്തായാലും എന്റെ പേര് അതിൽ വരുന്നുണ്ടല്ലോ കല്ലു. നോക്കിക്കോ മുത്തു ചേച്ചി, ചെറിയമ്മക്കിട്ട് നല്ലൊരു പണി തന്നെ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. കല്ലു, നീ എന്താ കൊടുത്തേ? ഇനി അതാവും അടുത്ത പ്രശ്നം. അതിന് ഞാനാ പണി കൊടുത്തെന്ന് ആരും അറിയില്ലല്ലോ. പക്ഷെ കല്ലു, നിനക്ക് ചെറിയമ്മയെ ശരിക്കും അറിയാഞ്ഞിട്ടാ. മുത്തുചേച്ചിക്ക് കല്ലുവിനെ അറിയാത്തത്. അത് ശരിയാ. കല്ലു അല്ലെങ്കിൽ ഒരു കുറുമ്പിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ മുത്തുചേച്ചി സന്തോഷായിട്ടിരിക്ക്. മേഡം, എന്താണോ എപ്പോ നോക്കിയാലും മേഡം ഇടപെന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നത്? മനുഷ്യരെ ഒരു കാര്യം സംസാരിക്കാൻ സമ്മതിക്കത്തില്ലേ? അതല്ല മേഡം, മേഡത്തിന്റെ സാരി നിറയെ. അയ്യേ, എന്താ വർഷേ ഇത്? ഇത് വെച്ചോണ്ടാണോ നീ ഇത്ര നേരം ഫോട്ടോ എടുത്തത്? ഓ മൈ ഗോഡ് മമ്മി, എല്ലാം പാളി. അയ്യോ, എന്റെ വിലകൂടിയ പട്ടുസാരി. ഏത് വൃത്തികെട്ട കൈയാണ് എന്റെ സാരിയിൽ പതിഞ്ഞത്? ദേ മനുഷ്യ, നിങ്ങൾ എന്റെ സാരിയിലെ ചളി കണ്ട് ചിരിക്കുന്നോ? അയ്യോ, ഞാൻ ചിരിച്ചതല്ല വർഷേ, ഒരു ചളിയല്ലേ ആയുള്ളൂ, സാരി കീറിയിട്ടൊന്നുമില്ലല്ലോ. അതങ്ങ് കഴുകി തുടച്ച പോരെ വർഷേ, അതിനാണോ നീ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? സാരി കഴുകാനോ? ഈ മനുഷ്യ, ഈ സാരി അങ്ങനെ കഴുകാനൊന്നും പറ്റത്തില്ല. ഇത് ഡ്രൈ വാഷ് ചെയ്യാനേ പറ്റുള്ളൂ. അയ്യോ, സോറി മേഡം, എനിക്കത് അറിയില്ലായിരുന്നു. ഇപ്പൊ തൽക്കാലം ഡ്രൈ വാഷും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നീ തൽക്കാലം അതങ്ങ് തുടച്ചു കളയാൻ നോക്ക്. എന്നാലും ആരാ ഈ പണി ചെയ്തത്? അവരെ ഞാൻ വെറുതെ വിടില്ല. എന്താ വർഷ ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെ? ആ തിരക്കിനിടയിൽ വല്ല കുഞ്ഞു കുട്ടികളും വന്ന് നിന്റെ സാരിയിൽ പിടിച്ചു കാണും. ഹോ, ഏത് നാശം പിടിച്ച പിശാചാണാവോ എന്റെ സാരിയെ വന്ന് പിടിച്ചത്? കല്ലു, സത്യം പറഞ്ഞ കല്ലു, ആ കൈ നിന്റേതല്ലേ? മുത്തുചേച്ചി, തീർച്ചയായും ആ കറുത്ത കൈകൾ ഈ കല്ലുവിന്റെ മാത്രം. അയ്യോ, കല്ലു പതുക്കെ. ചെറിയമ്മ കേട്ടാ ഇവിടെ എന്താ നടക്കാൻ പോണെന്നറിയോ? അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം മുത്തുചേച്ചി. ചെറിയമ്മ ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലാന്ന്. കല്ലു, നിനക്ക് എന്റെ ചെറിയമ്മയുടെ സ്വഭാവമല്ലേ ശരിക്കും അറിയാത്തോണ്ടാ. മുത്തുചേച്ചി, ഇത് മുത്തുചേച്ചി അല്ലാതെ ഇത് കല്ലുവാ. ചെറിയമ്മ എന്ത് കാട്ടിയാലും കേട്ടും കൊണ്ടും സഹിച്ചോണ്ട് നിൽക്കാനേ ഈ കല്ലുവിനെ കിട്ടൂല. കല്ലു നല്ല എട്ടിന്റെ പണി തന്നെ ചെറിയമ്മക്ക് കൊടുക്കും. മുത്തുചേച്ചിക്ക് ഡ്രസ് തരാതെ